السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه وجنوده وصائر علماء ملته وأولياء أمته والشهداء محبته وجميع المؤمنين والمؤمنات. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, ഷവ്വാലുൽ മുക്കറമിൽ വഫാത്തായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സ്വഹാബത്തുൽ കിറാം, മുഹദ്ദിഥീൻ, മുഫസ്സിരീൻ, ഔലിയാ റഹിമഹുമയിൽ നിന്ന് ഒരുപാട് മഹത്തുക്കളെ അനുസ്മരിക്കലാണ് ഈ ദിറാസയുടെ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മഹാന്മാരുടെയും ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. പ്രത്യേകിച്ചും ഹിജ്റ 54 വഫാത്തായ ഷവ്വാൽ മാസം ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദത്തുന സൗദാ ബീബി റളിയല്ലാഹു അൻഹ, അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഉമ്മുൽ മുഅ്മിനീൻ സൗദാ ബീബി റളിയല്ലാഹു അൻഹ റബീഉൽ അവ്വൽ 1 ജനിച്ചു എന്ന് അസഹുസിയർ 569 പേജിൽ കാണാം. അതുപോലെ അവിടുത്തെ ഉമ്മുൽ മുഅ്മിനീൻ സൗദാ ബീബി റളിയല്ലാഹു അൻഹയുടെ പിതാവ് സംഅത്ത് ബിൻ ഖൈസ്, മാതാവ് ഷമ്മൂസ് ബിൻത് ഖൈസ് എന്ന് മദാരിജുൻ നുബുവ 2-ാം വാല്യം 801 അതായത് 801 പേജിൽ കാണാം. സൗദാ ബീബി റളിയല്ലാഹു അൻഹയുടെ നസബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസബ് ഷരീഫ് ലുവൈയിലേക്ക് എത്തിച്ചേരുമെന്ന് മദാരിജുൻ നുബുവ 2-ാം വാല്യം 801 പേജിൽ കാണാം. സൗദാ ബീബി റളിയല്ലാഹു അൻഹ ആദ്യം വിവാഹം ചെയ്തിരുന്നത് പിതാവിൻ്റെ സഹോദരൻ്റെ മകൻ സക്രാൻ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അവരുകളെയാണ്. സയ്യിദത്തുനാ സൗദാ ബീവിയും സക്രാൻ എന്നവരും രണ്ടുപേരും ഒരേ സമയത്ത് ഇസ്ലാം സ്വീകരിച്ച്, മാത്രമല്ല രണ്ടുപേരും ഹബശയിലേക്ക് ഹിജ്റത്തു സാനിയ നടത്തിയിട്ടുണ്ട് എന്ന് മദാരിജുൻ നുബുവയിൽ കാണാം. മക്ക മുക്കറമയിൽ വെച്ച് തന്നെ രണ്ടുപേരും തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഹബശയിൽ നിന്ന് ഹിജ്റയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മക്കയിൽ വെച്ച് സൗദാ ബീവി റളിയല്ലാഹു അൻഹയുടെ സൗദാ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ സക്രാൻ എന്നവർ വഫാത്തായതും, മാത്രമല്ല ഹബശയിൽ തന്നെ വഫാത്തായെന്ന ചരിത്രം, അതുപോലെ അബ്ദുറഹ്മാൻ എന്ന മകനുണ്ടായിരുന്നു എന്നൊക്കെ മദാരിജുൻ നുബുവത്ത് 801 പേജിൽ വിശദീകരിച്ച് പറഞ്ഞത് കാണാം. സക്രാൻ എന്നവർ വഫാത്തായ ശേഷം സൗദാ ബീവി റളിയല്ലാഹു അൻഹ വിധവയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ ശേഷമുള്ള ആ സമയത്ത് ഖൗല ബിൻത് ഹക്കീം, ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹയുടെ ഭാര്യയായ ഖൗല ബിൻത് ഹക്കീം എന്നവർ പറഞ്ഞതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട സൗദാ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവിനോട് ഖൗല ബിൻത് ഹക്കീം എന്നിവർ പറയുകയും അവസാനം വിവാഹം നടന്ന സംഭവം അസഹുസിയർ 570 പേജിൽ കാണാൻ കഴിയും. അന്ന് സൗദാ ബീവി റളിയല്ലാഹു അൻഹക്ക് 50 വയസ്സാണെന്നും, മാത്രമല്ല 400 ദിർഹം മഹറായിരുന്നു എന്നും, അതുപോലെ അന്ന് പെൺകെട്ട് ആ നിക്കാഹ് നടത്തിയത് സലീത്ത് ബിൻ അംറാണെന്നും അബു ഹാത്തിം അംറാണെന്നും വ്യത്യസ്തമായ ശൈലിയിൽ മദാരിജുൻ നുബുവ, അതുപോലെ മആരിജുൻ നുബുവ, അതുപോലെ സീറത്ത് ഇബ്നു ഹിഷാം 2-ാം വാല്യം 790 പേജിൽ എല്ലാം കാണാൻ കഴിയും. സയ്യിദത്തുനാ സൗദാ ബീവി റളിയല്ലാഹു അൻഹ ഷവ്വാൽ 54 ഹിജ്റയിൽ മുആവിയ റളിയല്ലാഹുവിന്റെ ഇമാറത്ത് കാലമാണ് വഫാത്തായതെന്നും, അതുപോലെ ഉമർ റളിയല്ലാഹുവിന്റെ അവസാന കാലഘട്ടത്തിലാണെന്ന അഭിപ്രായം മദാരിജുൻ നുബുവ 2-ാം വാല്യം 802 പേജിൽ കാണാം. ജന്നത്തുൽ ബഖീലാണ് മഹദി അവരുകളെ ദഫ്ൻ മുബാറക്ക് നടത്തപ്പെട്ടിട്ടുള്ളത്. സൗദാ ബീവി റളിയല്ലാഹു അൻഹയുടെ റിപ്പോർട്ടുകളിൽ വളരെ പ്രധാനപ്പെട്ട അറിയപ്പെട്ട 5 ഹദീസുകൾ, അതിൽ 1 ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിലും, മറ്റു ഹദീസുകളെ സുനൻ അർബഅ മറ്റു 4 സുനനുകളിലും രേഖപ്പെടുത്തിയതായി മദാരിജുൻ നുബുവയിൽ അബ്ദുൽ ഹഖ് ദഹലവി റഹ്മത്തുള്ളാഹി അലൈഹി 2-ാം വാല്യം 802 പേജിൽ പറഞ്ഞത് കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട സൗദാ ബീവി റളിയല്ലാഹു അൻഹ ആദ്യത്തെ ഭർത്താവായ സക്രാൻ എന്നവരോടുകൂടെ
താമസിക്കുന്ന സമയം ഒരു ദിവസം സ്വപ്നം കണ്ട സംഭവം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു പറയുകയാണ്. സൗദാ ബീവി റളിയല്ലാഹു സ്വപ്നം കണ്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നുകൊണ്ട് എൻ്റെ അടുക്കൽ വരുന്നു എന്ന്. എന്നിട്ട് എൻ്റെ പെരടിയിൽ അവിടുത്തെ ഷർഫാക്കപ്പെട്ട കാല് വെച്ച സംഭവം ഞാൻ കണ്ടു എന്ന് സൗദാ ബീവി റളിയല്ലാഹു അൻഹ സ്വപ്നം കണ്ട് പിറ്റേ ദിവസം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, നിന്റെ സ്വപ്നം സത്യമാണെങ്കിൽ നീ അടുത്ത് ഞാൻ മരിക്കുകയും നിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുകയും ചെയ്യുമെന്ന് തഅബീർ സ്വപ്ന വ്യാഖ്യാനം അവിടുത്തെ ഭർത്താവ് സക്രാൻ എന്നിവർ പറയുകയും, എന്നിട്ട് രണ്ടാമത്തെ ദിനം തന്നെ സൗദാ ബീവി റളിയല്ലാഹു അൻഹ മറ്റൊരു സ്വപ്നം കണ്ടു. ചന്ദ്രൻ ഇതാ കഷ്ണമായിട്ട് സൗദാ ബീവി റളിയല്ലാഹുവിൻ്റെ നെഞ്ഞത്ത് വീണ സംഭവം, മടിയിൽ വന്ന് വീണ സംഭവം കണ്ടപ്പോൾ ഇതും ഭർത്താവ് ഈ സ്വപ്നം കേട്ടപ്പോൾ ഉടനെ ഞെട്ടിക്കൊണ്ട് സക്രാൻ എന്നിവർ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് മരണപ്പെട്ടു പോകും, അടുത്ത് സൗദാ ബീവി റളിയല്ലാഹു അൻഹ നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിക്കാഹിലാകും എന്ന് പറയുകയും അതേ ദിവസം സക്രാൻ എന്നിവർ രോഗിയാവുകയും അല്പദിനം കഴിഞ്ഞതിനു ശേഷം വഫാത്താവുകയും ചെയ്ത സംഭവം ഷറഹു സുർഖാനി അൽ മവാഹിബുൽ ദുനിയ 3-ാം വാല്യം 227-ാമത്തെ പേജിൽ കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീൻ സൗദാ ബീവി റളിയല്ലാഹു അൻഹ ഹിജ്റ 54 ശവ്വാൽ മാസം വഫാത്തായി എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഖ്രീബുത് തഹ്ദീബിൽ എഴുതുകയും ശവ്വാൽ 55 ഹിജ്റയിൽ വഫാത്തായി എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തഖ്രീബുത് തഹ്ദീബിൽ പറഞ്ഞത് ഷറഹു സുർഖാനി 3-ാം വാല്യം 229-ാമത്തെ പേജിലും ഇക്മാൽ 599-ാമത്തെ പേജിലെല്ലാം വിശദമായി മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ സൗദാ ബീവി റളിയല്ലാഹു അൻഹ ആ മഹദി അവരുകളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ഉമ്മഹാത്തുൽ മുഅ്മിനീനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബ് 6-ാമത്തെ ആയത്തിൽ വഅസ്വാജുഹു ഉമ്മഹാത്തുഹും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഅസ്വാജുഹു ഉമ്മഹാത്തുഹും ഫീ തഹരീമി നികാഹിഹിന്ന വവുജൂബി തഅളീമിഹിന്ന വഹുന്ന ഫീമാ വറാഅ ദാലിക കൽ ഇർസി വനഹ്വിഹി കൽ അജ്നബിയാതി വലിഹാദാ ലം യതഅദ്ദ തഹരീമു ഇലാ ബനാതിഹിന്ന. അതായത് ബഹുമാനപ്പെട്ട ഹാഫിദുദ്ദീൻ നസഫി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ മദാരികി തൻസീൽ അതായത് തഫ്സീർ നസഫിൽ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര് അതായത് മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളുടെ മാതാക്കളാണ്. അവരെ നിക്കാഹ് ചെയ്യൽ ഹറാമാണെന്ന വിഷയത്തിലും അവരെ ബഹുമാനിക്കൽ നിർബന്ധമാണ്. ഈ രണ്ട് വിഷയത്തിലല്ലാതെ അവർ ബാക്കിയുള്ള വിഷയം സ്ത്രീകളെ പോലെ തന്നെയാണ് വറാസത്തിന് അനന്തരസ്വത്തിന്റെ വിഷയത്തിലും മറ്റുമെന്നും മാത്രമല്ല അവരുടെ പെമ്മക്കളെ വിവാഹം ചെയ്യുന്ന വിഷയത്തിലും എല്ലാം മറ്റു സ്ത്രീകളെ പോലെയാണ്. അതേ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായാൽ അവരുടെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവർ വിവാഹം ചെയ്യാൻ പറ്റൂല എന്ന വിഷയത്തിലും അതുപോലെ അവരെ ബഹുമാനിക്കുക അത് നിർബന്ധമാണെന്ന വിഷയത്തിലും അത് വേർതിരിച്ചാണ് ആ നിയമം ഉള്ളത് എന്ന് തഫ്സീർ നസഫി 2-ാം വാല്യം 335-ാമത്തെ പേജിൽ സൂറത്തുൽ അഹ്സാബിലെ 6-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഇബ്നു അബി ഹാത്തിം തഫ്സീർ ഇബ്നു അബി ഹാത്തിം 9-ാം വാല്യം 3115-ാമത്തെ പേജിൽ ഇതേ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം, വഅസ്വാജുഹു ഉമ്മഹാത്തുഹും ഐ ഉമ്മഹാത്തുഹും ഫിൽ ഹുർമത്തി ലാ യഹില്ലു ലിമുഅ്മിനിൻ അൻ യൻകിഹ ഇംറഅതൻ മിൻ നിസാഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹയാത്തിഹി ഇൻ തല്ലഖ വലാ ബഅദ മൗതിഹി ഹിയ ഹറാമുൻ അലാ കുല്ലി മുഅ്മിനിൻ മിസ്ല ഹുർമത്തി ഉമ്മിഹി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നിക്കാഹ് ഹറാമാണെന്ന വിഷയത്തിൽ സ്വന്തം ഉമ്മമാരെ പോലെയാണ്. മുഅ്മിനീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ അവരുടെ പ്രത്യക്ഷമായ ഹയാത്തിൽ ത്വലാഖ് ചൊല്ലിയാലും അതുപോലെ അവരുടെ വഫാത്ത് ഷരീഫിന്റെ ശേഷമുള്ള ഹയാത്തിലും അവരോട് വിവാഹം ചെയ്യാൻ പാടില്ല. സ്വന്തം ഉമ്മമാർ ഹറാമാകുന്നത് പോലെ എല്ലാ മുഅ്മിനിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഹറാമാണ് എന്ന് ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇബ്നു അബി ഹാത്തിം തങ്ങൾ അവിടുത്തെ തഫ്സീർ ഇബ്നു അബി ഹാത്തിമിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ സൂറത്തുൽ അഹ്സാബ് 32-33-ാമത്തെ ആയത്തിലും യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ എന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ മഹത്വങ്ങൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സൂറത്തുൽ അഹ്സാബ് 53-ൽ യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലു ബുയൂത്തൻ നബി ഇല്ലാ അൻ യുഅ്ദന ലക്കും എന്ന് വിശദീകരിച്ചുകൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സൂറത്തു നൂർ 11-12
ആയത്തുകളിലും അതുപോലെ സ്വഹീഹുൽ ബുഖാരി മറ്റു ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സ്വഹാബത്തിന്റെ മനാഖിബ്, പ്രത്യേകിച്ചും മനാഖിബുൽ അൻസാർ, ബാബു തസ്വീജുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയതിലൊക്കെ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ ഒരുപാട് മഹത്വങ്ങൾ ബുഖാരിയിലും അതുപോലെ മുസ്ലിം ഇമാം അഹമ്മദിലും അതുപോലെ മുസ്തദർക്ക് ഹാക്കിം തുടങ്ങിയ ഒരുപാട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതോടുകൂടെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീനെ സംബന്ധിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ മഹാന്മാർ എഴുതിയത് കാണാം. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇമാം ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ അർബഈൻ ഫി മനാഖിബി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ എന്ന ഗ്രന്ഥം എഴുതുകയും അതുപോലെ ഇമാം മുഹിബുദ്ദീൻ ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി അസ്സിംതു സമീൻ ഫി മനാഖിബി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ എന്ന ഗ്രന്ഥവും അതുപോലെ അല്ലാമ മുഹമ്മദ് അബ്ദുൽ ഖാരിഖ് തവക്കുലി എന്നവർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന ഗ്രന്ഥമെല്ലാം എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഉമ്മഹാത്തുൽ മുഅ്മിന്റെ ധാരാളം മഹത്വങ്ങൾ അതെല്ലാം വിശദീകരിച്ച് പറഞ്ഞത് കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹുന്ന അല്ലാഹു തആല അവർക്ക് ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അവരിൽ ഉമ്മുൽ മുഅ്മിനീൻ സൗദാ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായത് ശവ്വാൽ മാസമാണ്. അല്ലാഹു അവരെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ശവ്വാൽ മാസത്തിൽ വഫാത്തായ ഉഹുദ് ശുഹദാക്കൾ അല്ലാഹു തആല ഉഹുദ് ശുഹദാക്കളുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. ഉഹുദ് ശുഹദാക്കളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിറാസയിൽ നാം സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട സയ്യിദു ശുഹദാ അമീർ ഹംസ റളിയല്ലാഹു അൻഹു, അതുപോലെ ശുഹദാ ഉൽ ഉഹദ് ശവ്വാൽ 15 അന്ന് പ്രത്യേകിച്ചും അനുസ്മരിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ആ ഉഹുദ് ശുഹദാക്കളുടെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അവരൊക്കെ മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് അല്ലാഹു നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മഹാന്മാർ സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹു തവസ്സുലാക്കി, അമീർ ഹംസ റളിയല്ലാഹു അൻഹു തവസ്സുലാക്കി പ്രാർത്ഥിച്ചതിന്റെ പേരിൽ ഒരുപാട് മഖ്സദുകൾ നിറവേറ്റിയ സംഭവങ്ങളൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഒരുപാട് നിലക്ക് ഹംസ റളിയല്ലാഹുവിന്റെ മദദ് ലഭിക്കപ്പെട്ട സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം അഹ്ലുസുന്ന അഹ്മദ് ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അൽ-അത്വാ നബവിയ്യ ഫിൽ ഫതാവ റദ്വിയിൽ ധാരാളം സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ ഉഹുദ് ശുഹദാക്കളെ പോലെ ശവ്വാൽ മാസത്തിൽ വഫാത്തായ മറ്റൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ മുഅബ്ബിരീൻ സയ്യിദുന മുഹമ്മദ് ഇബ്നു സീരീൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു. ഇബ്നു സീരീൻ റളിയല്ലാഹു തആല അൻഹു മഹാനവരുകൾ ഷവ്വാൽ 10 ഹിജ്റ 110 വഫാത്തായ ബസറ ഇറാഖിൽ മുറട്ടെടുക്കുന്ന ഇബ്നു സീരീൻ തങ്ങൾ തഅബീർ റുഹിയാൻ സ്വപ്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എഴുതിയ, അതുപോലെ ഒരുപാട് മഹത്വമേറിയ ഒരു വ്യക്തിത്വമാണ് ഇബ്നു സീരീൻ റളിയല്ലാഹു തആല അൻഹു. മഹാനവരുകളുടെ മാസമാണ്. അതേ സ്ഥാനത്ത് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ചില ആളുകൾ ഒരുപാട് കളവ് നിർമ്മിച്ചുണ്ടാക്കിയിട്ടുണ്ട്. എത്രമാത്രം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമുൽ ഗൈബ് നിഷേധിക്കാൻ വേണ്ടി ചില ദേവബന്ദി വഹാബികൾ ഇബ്നു സീരീൻ റളിയല്ലാഹുവിന്റെ പേരിൽ ഒരു കള്ളക്കഥകൾ വെച്ചുണ്ടാക്കലുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടതും എന്നിട്ട് പിറ്റേ ദിവസം ഇബ്നു സീരീൻ തങ്ങളോട് ചോദിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇൽമുൽ ഗൈബില്ല എന്ന്. അതേ സ്ഥാനത്ത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജനിച്ചത് തന്നെ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് 50 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇങ്ങനെ കള്ള കഥകൾ നിർമ്മിച്ചുണ്ടാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമുൽ ഗൈബ് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദകൾ ഇല്ലാതെയാക്കാൻ ചില ആളുകളൊക്കെ പരിശ്രമിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അൽ-അത്വാ നബവിയ്യ ഫിൽ ഫതാവ റദ്വിയിൽ അത് പ്രത്യേകമായി ഉണർത്തിയിട്ടുമുണ്ട്. ഏതായാലും അതുപോലെ ശവ്വാൽ മാസത്തിൽ വഫാത്ത മഹാനാണ് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 256 ശവ്വാൽ 1, അതായത് ഈദുൽ ഫിത്റിന്റെ ദിവസം. ഷഹറുൽ ഫിത്ർ, ഷഹറു ശവ്വാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പുണ്യമാസത്തിൽ 1-ാം ദിനം വഫാത്തായതാണ് ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു വനഫഅനാ ബിഹി മഹാനവറുകൾ വഫാത്തായ സമയത്ത് മഹാനവറുകളുടെ ഖബർ ഷരീഫിൽ നിന്ന് സുഗന്ധം അടിച്ച് വീശിയ സംഭവം ഇമാം താജുദ്ദീൻ സുബക്കി റഹ്മത്തുള്ളാഹി അലൈഹി തബഖാത്തു ഷാഫിയത്തുൽ കുബ്ര 2-ാം വാല്യം 233-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അതായത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ഖബർ ഷരീഫിലുള്ള മണ്ണിൽ കസ്തൂരിയുടെ സുഗന്ധം അടിച്ച് വീശുമായിരുന്നു. പലപ്പോഴും അതിൽ മണ്ണിടുന്നു, പക്ഷെ ജനങ്ങൾ തബറുക്കിന് വേണ്ടി ധാരാളം കൊണ്ടുപോയിരുന്നു എന്ന് ഇമാം താജുദ്ദീൻ സുബക്കി റഹ്മത്തുള്ളാഹി അലൈഹി തബഖാത്തു ഷാഫിയത്തുൽ കുബ്ര 2-ാം വാല്യം 233-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മഹാന്മാരുടെ ബഹുമാനപ്പെട്ട ഇമാം ഖതാദ തങ്ങളുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഗാലിബിൽ ഹദ്ദാനി തങ്ങൾ ഷഹീദായപ്പോൾ ദഫ്ൻ മുബാറക്കിന്റെ ശേഷം മണ്ണിൽ നിന്ന് സുഗന്ധം അടിച്ച് വീശിയതും അത്
അതിനെ കുറിച്ച് ഈമാൻ കാമിലും തഹജ്ജുദും ശക്തിയായ ചൂടുള്ള സമയത്ത് നോമനുഷ്ഠിച്ചതിന്റെ പേരും അതുപോലെ പരിശുദ്ധ ഖുർആാനിന്റെയും നോമ്പുകാരുടെ ആ ദാഹത്തിന്റെ സുഗന്ധമാണ് എന്നൊക്കെ ബഹുമാനപ്പെട്ടവർ സ്വപ്നത്തിലൂടെ അറിയിച്ചത് ഹില്യത്തുൽ ഔലിയ 6-ാം വാല്യം 266-ാമത്തെ പേജിലും അതുപോലെ ലത്വാഇഫുൽ മആരിഫ് 86-ാമത്തെ പേജിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഏതായാലും അതുപോലെ ബഹുമാനപ്പെട്ട അഷൈഖ് സുലൈമാൻ ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി ദലാലുൽ ഖൈറാത്തിന്റെ മുസന്നിഫിന്റെ ഖബർ ഷരീഫിൽ നിന്ന് 77 വർഷം ശേഷം അവിടുന്ന് സുഗന്ധം അടിച്ചു വീശിയ സംഭവങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാര് അല്ലാമ ഫാസി റഹ്മത്തുള്ളാഹി മതാലിഉൽ മസറാത്ത് 4-ാമത്തെ പേജിലും രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ശവ്വാലിൽ വഫാത്തായി അല്ലാഹുവിന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഇമാം അബൂ ദാവൂദ് സുലൈമാൻ ഇബ്നു അഷ്അഫ് സിജിസ്താനി അൽ ബസരി റഹ്മത്തുള്ളാഹി ശവ്വാൽ 16 255-ാമത്തെ ഹിജ്റയിൽ മഹാനവറുകൾ വഫാത്തായി അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തഫ്സീർ തൊബരി ഇമാമുൽ മുഫസ്സിരീൻ സയ്യിദുന ഇമാം അബൂ ജഅഫർ മുഹമ്മദ് ജരീരി തൊബരി റഹ്മത്തുള്ളാഹി അബൂ ദാവൂദ് തങ്ങളെ സംബന്ധിച്ച് പ്രസിദ്ധമാണല്ലോ, ഒരാൾ ഹംദ് തുമ്പിയാൽ അൽഹംദുലില്ലാ പറഞ്ഞാൽ യർഹമുക്കല്ലാഹ് പറയൽ അത് മുസ്ലിമായ മനുഷ്യന്റെ ഒരു ഹക്കാണ്, അത് ശക്തിയായ സുന്നത്താണ്. എന്നാൽ ചില പണ്ഡിതന്മാർ നിർബന്ധമാണെന്ന് പറഞ്ഞത് കാണാം. അപ്പൊ അതുകൊണ്ട് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം കടൽ പുറത്തുണ്ടാകുമ്പോൾ ഒരാൾ തുമ്പിയിട്ട് ഇതാ കപ്പലിൽ കയറിപ്പോയി, അയാൾ കേൾക്കുന്നത് വരെ യർഹമുക്കല്ലാഹ് പറയൽ കേൾക്കണമെന്ന് പറഞ്ഞു. അതിനു വേണ്ടി തന്നെ ഒരു തോണി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞത് അബൂ ദാവൂദ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം അബൂ ജഅഫർ മുഹമ്മദ് ബിൻ ജരീരി തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാൻ, തഫ്സീർ ജാമിഉൽ ബയാൻ തഫ്സീർ തൊബരിയുടെ മുസന്നിഫായ ബഹുമാനപ്പെട്ടവർ, ആ മഹാനവറുകൾ ശവ്വാൽ 27 310 ഹിജ്റയിൽ വഫാത്തായ അൽ ബഗ്ദാദി അൽ ഇറാഖി ബഹുമാനപ്പെട്ട ഇമാം അബൂ ജഅഫർ മുഹമ്മദ് ജരീരി തൊബരി റഹ്മത്തുള്ളാഹി ഇമാം തൊബരി തങ്ങൾ വഫാത്തിന്റെ സമയത്ത് ഒരാൾ വന്നിട്ട് ഒരു ഹദീസും മറ്റു പറഞ്ഞപ്പോൾ പെന്നോട് പേപ്പർ ഇടുന്ന് ചോദിക്കുകയും അങ്ങനെ ഈ സമയത്തും വേണോ ഇൽമു എഴുതുക, ആ സമയത്ത് ഇബ്നു ജരീർ തൊബരി തങ്ങൾ പറഞ്ഞത് മരണം വരെ നമുക്ക് ഇൽമു ഒഴിവാക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞ ആ സംഭവം ഖീമത്തുൽ സമനി ഇൻദൽ ഉലമാ പോലത്തെ ഗ്രന്ഥങ്ങളിൽ ഇബ്നു ജരീർ തൊബരി റഹ്മത്തുള്ളാഹി സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും. മഹാനവറുകൾ ശവ്വാൽ 27 310-ാമത്തെ ഹിജ്റയിൽ വഫാത്തായി. അതുപോലെ ഇമാമുൽ ഖുറാ സയ്യിദുന അബു അംർ ഉസ്മാൻ അദ്ദാനി അൽ മഗ്രിബി അൽ മാലിക്കി ഇമാം ദാനി തങ്ങൾ ശവ്വാൽ 15 444-ാമത്തെ ഹിജ്റയിൽ മഹാനവറുകൾ വഫാത്തായി. അതുപോലെ ഗൗസുൽ ആദം റളിയല്ലാഹുവിന്റെ സന്താനങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട മുഹദ്ദിസുൽ ഇറാഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദ് സൈഫുദ്ദീൻ അബ്ദുൽ വഹാബിൽ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ശവ്വാൽ 25 593 മാത്രമല്ല മഹാനവറുകളെ കുറിച്ച് വിശദമായിട്ട് ബഹ്റുസ് സഖാർ 2-ാം വാല്യം 365 367 395 396 ബഹുമാനപ്പെട്ട ഷെയ്ഖ് വജീഹുദ്ദീൻ അഷ്റഫ് അൽ ലഖ്നവി റഹ്മത്തുള്ളാഹി അവിടുത്തെ ബഹ്റുസ് സഖാർ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ സൈഫുദ്ദീൻ അബ്ദുൽ വഹാബ് ജീലാനി റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ച് ബഹ്റുസ് സഖാർ 158 പേജുകളിൽ വിശദമായി പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട സൈഫുദ്ദീൻ അബ്ദുൽ വഹാബ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ സംബന്ധിച്ച് ധാരാളം മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം. ഗൗസുൽ ആദം റളിയല്ലാഹുവിന്റെ സന്താനങ്ങളിൽപ്പെട്ട അതുപോലെ ഖലീഫയായ മാത്രമല്ല ഷെയ്ഖുൽ അറബി വൽ അജം എന്ന് സൈഫുദ്ദീൻ അബ്ദുൽ വഹാബിൽ ജീലാനി റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. മഖബറത്തു ഹൽബ ബഗ്ദാദ് ഇറാഖിലും അതുപോലെ നമ്മുടെ ഇന്ത്യയിലും വലിയൊരു ബന്ധമുള്ള ബഹുമാനപ്പെട്ട സൈഫുദ്ദീൻ അബ്ദുൽ വഹാബ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെയും വഫാത്ത് മാസമാണ് ശവ്വാൽ മാസം. അതുപോലെ അജ്മീർ ഖാജ റളിയല്ലാഹുവിന്റെ ആ രാജസ്ഥാനിലെ നാഗൂർ ഷെരീഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൈഫുദ്ദീൻ അബ്ദുൽ വഹാബ് ജീലാനി അൻ നാഗൂരി എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലവുമുണ്ട്. അല്ലാഹു തആല ആ മഹാന്മാരുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം റളിയല്ലാഹുവിന്റെ മറ്റൊരു മകനായ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുർ റസാഖ് അൽ ബഗ്ദാദി അൽ ജീലാനി റഹ്മത്തുള്ളാഹി ശവ്വാൽ 6 603 ഹിജ്റയിൽ മഖ്ബറത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ബഗ്ദാദ് ഇറാഖിലാണ് മഹാനവറുകളുടെ മഖ്ബറത്ത് ഷരീഫ് ഉള്ളത്. അല്ലാഹു തആല മഹാനവറുകളുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ മുഹമ്മദ് ബിൻ ഉമർ റാസി അഷ്ശാഫഈ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ശവ്വാൽ 1 606 ഹിജ്റ ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്ന് ഇമാം അഹ്ലി സുന്ന എന്ന്
അടുത്ത ഫതാവുൽ ഹസറിൽ വിശേഷിപ്പിച്ച ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെയും ഷവ്വാൽ 1 ഷവ്വാൽ മാസമാണ് മഹാനവറുകളുടെ വഫാത്ത്. അതുപോലെ ബഹുമാനപ്പെട്ട മുവഫഖുദ്ദീൻ അബ്ദുല്ലാഹി ഇബ്നു ഖുദാമ അൽ മഖ്ദിസി അൽ ഹംബലി ഇബ്നു ഖുദാമ അൽ ഹംബലി മുഗ്നി ഹംബലി മദ്ഹബിലെ മുഗ്നി എന്ന ഗ്രന്ഥത്തിന്റെ മഹാനായ ബഹുമാനപ്പെട്ട 620 ഹിജ്റിയിൽ മഹാനവറുകൾ വഫാത്തായി. അതുപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂ മുഹമ്മദ് മുസ്ലിഹുദ്ദീൻ സഅദി ഷിറാസി അസ്സുഹർവർദി റഹ്മത്തുള്ളാഹി അലൈഹി ഷവ്വാൽ മാസമാണ് 691 ഹിജ്റിയിൽ വഫാത്തായ മഹാനാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സഅദുദ്ദീൻ ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹി സംബന്ധിച്ച് ബഹ്റുസ് സഖാർ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ മഹാനായ ഷെയ്ഖ് വജീഹുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ബഹ്റുസ് സഖാറിന്റെ 395 മുതൽ 396 ഈ പേജുകളിൽ ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹി സംബന്ധിച്ച് ധാരാളം പറഞ്ഞത് കാണാം. അഷേഖ് ശിഹാബുദ്ദീൻ സുഹർവർദി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തദ്കിറത്തുൽ ഔലിയയുടെ മുസന്നിഫായ ഷെയ്ഖ് ഫരീദുദ്ദീൻ അത്താർ റളിയല്ലാഹുവിന്റെ സാന്നിധ്യത്തിലേക്കും അതുപോലെ ഒരുപാട് മഹാന്മാരിൽ നിന്ന് ഒരുപാട് സഹവാസവും പൊരുത്തവും വാങ്ങിയ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ വെള്ളിയാഴ്ച രാവ് ഷവ്വാൽ 691 ഹിജ്റയിൽ വഫാത്തായി എന്ന് ബഹ്റുസ് സഖാർ 396 പേജിൽ കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ടവർ ഖളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയതും ബൈത്തുൽ മുഖദ്ദസിൽ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖളിർ നബി അലൈഹി സ്വലാമിന്റെ മുലാഖാത്തുണ്ടായ സംഭവം ബഹ്റുസ് സഖാർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ കാണാം. മാത്രമല്ല സഅദുദ്ദീൻ ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഭവസ്ഥാന ഗുലിസ്ഥാൻ എന്ന് തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ചും മഹാനവറുകൾ തൊട്ട് അറിയപ്പെട്ട ബൈത്ത് മഹാനവറുകൾ പാടിയ ബലഗൽ ഉലാ ബി കമാലിഹി കശഫദ് ദുജാ ബി ജമാലിഹി ഹസുനത്ത് ജമീഉ ഖുസാലിഹി സല്ലു അലൈഹി വആലിഹി എന്ന് പറയുന്ന മഹത്തായ ബൈത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂ മുഹമ്മദ് മുസ്ലിഹുദ്ദീൻ സഅദി ഷിറാസി അസ്സുഹർവർദി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ബൈത്താണല്ലോ മഹാനവറുകൾ ഷവ്വാലിൽ 691 ഹിജ്റയിൽ വഫാത്തായത്. ഇറാനിലെ സഅദിയ തോട്ടം ഷിറാസ് ഫാറിസ് എന്ന ഗ്രന്ഥത്തിലെ സ്ഥലത്താണ് ബഹുമാനപ്പെട്ട വഫാത്തായത്. അവിടെയാണ് ഇവിടുത്തെ മഖ്ബറത്തു ഷരീഫ് ഉള്ളത്. മഹാനവറുകളുടെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അതുപോലെ മഖ്ദൂം ബിഹാർ അഷേഖ് ഷറഫുദ്ദീൻ അഹമ്മദ് യഹിയ മുനീരി അസ്സുഹർവർദി റഹ്മത്തുള്ളാഹി അലൈഹി ഷവ്വാൽ 6 782 ഹിജ്റയിൽ ബിഹാറിലെ ഖുത്ബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് ഷറഫുദ്ദീൻ അഹമ്മദ് യഹിയ മുനീർ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർ ദർസ് പഠിക്കുന്ന കാലത്ത് ഇതാ കുടുംബത്തിൽ നിന്ന് മറ്റും കത്തുകൾ വരുമ്പോൾ ആ കത്തുകൾ വായിക്കുമ്പോൾ പഠനത്തിന് ബുദ്ധിമുട്ടാകുമെന്ന നിലക്ക് അതെല്ലാം ഒരു സഞ്ചിയിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്ന ചരിത്രം വളരെ പ്രസിദ്ധമാണ്. ആ ഷെയ്ഖ് ഷറഫുദ്ദീൻ അഹമ്മദ് യഹിയ മുനീരി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്ന സമയത്ത് പറഞ്ഞു, എന്റെ ജനാസ നിസ്കരിക്കാൻ അവിടെ നിന്ന് ഒരാൾ വരും എന്ന് പറയുകയും പിന്നീട് അവർ വഫാത്തായപ്പോൾ മഖ്ദൂം അഷ്റഫ് സിംനാനി കിച്ചോച്ച ഷെരീഫിൽ മറവട്ടെടുക്കുന്ന മഹാനവറുകൾ വരികയും അവിടുത്തെ ജനാസ നിസ്കരിച്ചതും വളരെ പ്രസിദ്ധമാണ്. ഷവ്വാൽ 6 782 അഷേഖ് ഷറഫുദ്ദീൻ അഹമ്മദ് യഹിയ മുനീരി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി വഫാത്തായത്. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഷവ്വാൽ 6 തന്നെയാണ് അജ്മീർ ഖ്വാജ റളിയല്ലാഹു അൻഹു ഷെയ്ഖായ അഷേഖ് ഉസ്മാൻ അൽ ഹാറൂനി റഹ്മത്തുള്ളാഹി അലൈഹി അജ്മീർ ഖ്വാജ റളിയല്ലാഹു അൻഹു അവിടുത്തെ തർബിയത്തിലാണല്ലോ 20 വർഷം അവിടുത്തെ ഖിദ്മത്തിലും സുഹബത്തിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ മക്കയിൽ കൊണ്ടുപോയി അജ്മീർ ഖാജ ഞാൻ അള്ളാഹുലേക്ക് എത്തിച്ചു എന്നും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ ഷരീഫിന്റെ അടുക്കൽ പോയി സലാം പറയുകയും അങ്ങനെ ഖാജ അജ്മീരി റളിയല്ലാഹു അൻഹു അസ്സലാമു അലൈക്കും യാ ഇമാം അൽ അംബിയാ വൽ മുർസലീൻ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ജവാബ് അലൈക്കും സലാം യാ ഖുത്ബ മശായിഖ് ബർറും വ ബഹർ എന്ന ജവാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ ഖബർ ഷരീഫിൽ നിന്ന് വന്ന ശബ്ദവും അതെല്ലാം വിശദീകരിച്ചുകൊണ്ട് അഷേഖ് ഉസ്മാൻ ഹാറൂനി റളിയല്ലാഹു അൻഹു പറഞ്ഞതും അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു എഴുതിയതുമായ ഗ്രന്ഥമായ അനീസുൽ അർവാഹ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ കാണാം. അഷേഖ് ഉസ്മാൻ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് മാസം കൂടിയാണ്. മക്കത്തുൽ മുക്കറമയുടെ ജന്നത്തുൽ മുഅല്ലയിൽ മറവട്ടെടുക്കുന്ന ഷേഖ് ഉസ്മാൻ അൽ ഹാറൂനി റളിയല്ലാഹു അൻഹു ഷവ്വാൽ 6 അല്ലാഹു തആല അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാമുൽ അദൻ സയ്യിദ് അബൂബക്കർ അബ്ദുല്ലാഹിൽ ഐദ്രൂസിൽ ബഅലവി ഷവ്വാൽ 14 914 ഹിജ്റയിൽ ഐദ്രൂസ് യമനിൽ മറവട്ടെടുക്കുന്ന മഹാനവറുകൾ അല്ലാഹു തആല അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ സയ്യിദ് ജമാലുൽ ഔലിയ കോഡ്വി അൽ ഖാദിരി ഷവ്വാൽ 1 1047 ഹിജ്റയിൽ കോള ജഹാനാബാദ് ഫതഹ്പൂരിലെ ഉത്തർപ്രദേശിൽ മറവട്ടെടുക്കുന്ന മഹാൻ ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റസാഖാൻ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകളുടെ സിൽസിലയിൽ അവിടുത്തെ ഷജറയിൽ നമ്മൾ സാധാരണ ചെല്ലാറുള്ള അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം ബാരിക് അലൈഹി വഅലൈഹിം വഅലൽ മൗല ശൈഖ് ജമാലിൽ ഔലിയാ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഷവ്വാൽ
1047 ഹിജ്റയിൽ വഫാത്തായി കോടാ ജഹാനാബാദ് ഫതഹപൂരിലാണ് മഹാനവറുകൾ മറവട്ട് കിടക്കുന്നത്. അല്ലാഹു തആല അവരുടെ ദറജാത്ത് ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മാത്രമല്ല खाने दिल को जियादे रोए ईमान को जमाल ഷാസിയ മൗല ജമാലുൽ ഔലിയാക്ക് വാസ്തെ ആ മഹാനവറുകൾ തവസ്സുലാക്കിക്കൊണ്ട് ആലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം ബൈത്ത് പാടിയത് കാണാം. ആ മഹാനവറുകളും ലൈലത്തു ഈദുൽ ഫിത്ർ അതായത് ഷവ്വാൽ 1 അന്നാണ് മഹാനവറുകൾ വഫാത്തായത്. അല്ലാഹു തആല അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഹനഫി ഗ്രന്ഥത്തിന്റെ പ്രധാന ഗ്രന്ഥമായ ദുർറുൽ മുഖ്താർ, അതുപോലെ ഫഖഹാക്കളുടെ കൂട്ടത്തിൽ വളരെ പ്രസിദ്ധമായ ഉംദത്തുൽ മുത്തഅഖിരീൻ അല്ലാമ മുഫ്തി മുഹമ്മദ് അലാഉദ്ദീൻ ഹസ്കഫി ദിമഷ്കി അൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി ഷവ്വാൽ 10 1088 ഹിജ്റയിൽ വഫാത്തായി. ബാബു സഗീർ ദിമഷ്കി ഷാമിലാണ് മറവട്ട് കിടക്കുന്നത്. അതുപോലെ ഇന്ത്യയിൽ ഖാദിരിയ ത്വരീഖത്തിന് ഒരുപാട് പ്രചോദനം നൽകിയ, ഒരുപാട് ഇശാഅത്ത് ചെയ്ത മഹാനാണ് സയ്യിദ് ഷാ അബ്ദുർ റസാഖ് അൽ ഖാദിർ അൽ ബാൻസവി. ഷവ്വാൽ 6 1136 ഹിജ്റ, ബാൻസ ലക്നൗ ഉത്തർപ്രദേശിൽ മറവെട്ടുക്കുന്ന മഹാൻ. അതുപോലെ സിറാജുൽ ഹിന്ദ് അഷ്ശൈഖ് അഷ്ഷാഹ് അബ്ദുൽ അസീസ് അൽ മുഹദ്ദിസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി. ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനാണല്ലോ. നമ്മുടെ എല്ലാ സിൽസിലെ നമ്മുടെ ഹനഫി അക്കാബിരീങ്ങളുടെയും ഷാഫി അക്കാബിരീങ്ങളുടെയും സിൽസില എത്തിച്ചേർന്നത് ബഹുമാനപ്പെട്ട ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷെയ്ഖായ അഹമ്മദ് മിയാ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷെയ്ഖും ഉസ്താദും ഉപ്പയുമായ ഷാ ഫളുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദി അവിടുത്തെ ഷെയ്ഖാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് മുഹദ്ദിസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളുടെ നസബ് ഇത്ഹാഫുൽ ബലാഇൽ മുത്തഖീനിൽ കാണാം. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിലേക്കാണ് മഹാനവറുകളുടെ പരമ്പര എത്തുന്നത്. 1159 ഹിജ്റയിൽ ജനിക്കുകയും 1239 ഹിജ്റ ഷവ്വാൽ 7 ബഹുമാനപ്പെട്ട വഫാത്തായത്. ഡൽഹിയിലെ മുഹദ്ദിസീങ്ങളുടെ ഖബർസ്ഥാനിലാണ് മഹാനവറുകൾ മറവട്ട് കിടക്കുന്നത്. മഹാനവറുകൾക്ക് 3 പെമ്മക്കളാണ്. ആ 3 പെമ്മക്കളിൽ അവരുടെ മക്കളിൽ ഒരുപാട് ഉലമാ ഫുദലാ, ഒരുപാട് മഹത്തുക്കൾ ജനിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഇമാമുദ്ദീൻ അഹ്മദ് നഖ്വി തങ്ങൾ അവിടുത്തെ തദ്കിറത്തുൽ അൻസാബിലും അതുപോലെ അവിടത്തെ ഹയാത്തുൽ ഉലമാ എന്ന ഗ്രന്ഥങ്ങളിലെല്ലാം വിശദമായി പറഞ്ഞത് കാണാം. ഇന്ത്യ രാജ്യത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ മഅ്മൂലാത്തുകളും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖായിദുമെല്ലാം വിശദീകരിക്കാൻ ഷാ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. തഫ്സീർ അസീസി, തുഹ്ഫ ഇസ്ന അശരിയ, ഫി റദ്ദി ശീഇയ, അതുപോലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ മഹാനവറുകൾ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല മഹാനവറുകളുടെ സനദുകളും ഹദീസുകളുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥം അൽ അജാലത്തുൻ നാഫിയ എന്ന് പറഞ്ഞ ഗ്രന്ഥവും ബഹുമാനപ്പെട്ടവർ എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനാണ്. ഇന്ത്യ രാജ്യത്തിൽ മഹാനവറുകളുടെ ഖിദ്മത്ത് നമ്പുകൾ നമുക്ക് മറക്കാൻ കഴിയില്ല. വലിയ ഒരു മഹാൻ ബഹുമാനപ്പെട്ട ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി. ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹിയുടെ മകനാണ്. വലിയുല്ലാഹി എന്ന പേരിൽ അറിയപ്പെടുന്ന ഷാ വലിയുല്ലാഹി. അവിടുത്തെ ഉപ്പ, അത് അവിടുത്തെ ഉപ്പാന്റെ ഉപ്പ വലിയുപ്പ ഷാ അബ്ദുർ റഹീമാണ്. ഷാ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയുടെ ആ നസബിനാമയുടെ മഹർ, അവിടുത്തെ ഷീല് തന്നെ ഹുവൽ അസീസുൽ വലിയുർ റഹീം എന്നാണ് ഉണ്ടാകുക എന്ന് തദ്കിറത്തുൽ മുഫസ്സിറിൻ ഹിന്ദ് 1-ാം വാല്യം 167-ാമത്തെ പേജിൽ കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ടവർ ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകൾ ജനിച്ച ആ വർഷം നോക്കുമ്പോൾ ഗുലാമുൻ ഹലീം എന്ന് അബ്ജദ് കണക്കിൽ ഹിസാബ് മഹാന്മാരെടുത്തത് കാണാം. ബഹുമാനപ്പെട്ട പിതാവിൽ നിന്നാണ് ധാരാളം പഠിച്ചത്. പ്രത്യേകിച്ചും ചില ഗ്രന്ഥങ്ങൾ ഉമ്മഹാത്തുൽ കുതുബിന്റെ ദർസെല്ലാം പിതാവിന്റെ അറിയപ്പെട്ട ശിഷ്യന്മാരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് എന്ന് അൽ അജാലത്തുൻ നാഫിയയിൽ മഹാനവറുകൾ തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ടവർ തുടക്കത്തിൽ തന്നെ ഒരുപാട് രോഗമുണ്ടായിരിക്കെ എല്ലാ കാര്യങ്ങളും ദർസ് ഹയാത്താക്കുകയും അങ്ങനെ ഒരുപാട് ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി തുടക്കം കുറിച്ചിരുന്ന അവിടുത്തെ ഖത്മുൽ ഖുർആൻ, തിലാവത്തുൽ ഖുർആനും അതിന്റെ തദ്രീസും അതിന്റെ തഫ്സീറും വിശദമായി ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി തുടങ്ങിയിരുന്നു. അങ്ങനെ സൂറത്തുൽ മാഇദയുടെ ഇഅ്ദിലൂഹു അഖ്റബു ലിത്തഖ്വാ എന്ന ആയത്ത് വരെ ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി ദർസ് നടത്തി. അതിന്റെ ശേഷം ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി പിതാവ് നിർത്തിയ സ്ഥലത്തിൽ നിന്ന് ഇഅ്ദിലൂഹു അഖ്റബു ലിത്തഖ്വാ അവിടുന്ന് തുടക്കം കുറിച്ച് സൂറത്തുൽ ഹുജറാത്തിന്റെ അവസാനം ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്നതുവരെ ബഹുമാനപ്പെട്ട തഫ്സീർ വിശദീകരിച്ച് അവിടുന്ന് വഫാത്താകുകയും അതിന്റെ ശേഷം അവിടുത്തെ പേരക്കുട്ടിയായ ഇസ്ഹാഖ് ഇബ്നു അഫ്ളലാണ് പിന്നീട് ഇത് പൂർത്തീകരിച്ചത് എന്ന് തദ്കിറത്തുൽ മുഫസ്സിറിൻ ഹിന്ദ്
169 പേജിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ബഹുമാനപ്പെട്ട ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി ഒരുപാട് കിതാബുകൾ എഴുതി. തുഹ്ഫ ഇസ്നാഅശരിയ, ബുസ്താനുൽ മുഹദ്ദിസീൻ, അൽ അജാലത്തുൻ നാഫിയ, അതുപോലെ ഫതാവ, അതുപോലെ തഫ്സീർ ഫത്ഹിൽ അസീസ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് തഫ്സീറുകളും ഗ്രന്ഥങ്ങളും എഴുതിയ മഹാനാണ് ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി. തഫ്സീർ ഫത്ഹിൽ അസീസിക്ക് മറ്റു തഫ്സീർ ഗ്രന്ഥങ്ങളെക്കാളും പല നിലക്കും ഒരു വേർതിരിച്ചുള്ള തഫ്സീറാണ്. ഓരോ ആയത്തുകളുടെയും ഓരോ സൂറത്തുകളുടെയും റബ്ത്ത് ബന്ധം എല്ലാം വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ ഖുർആൻ നളായിറും ലതായിഫും ഖിസസും അഹ്കാമിന്റെ സിറുകളും എല്ലാം വിശദമായിട്ടാണ് അവിടുത്തെ തഫ്സീർ ഫതുഹുൽ അസീസ്, അതുപോലെ ഹുറൂഫ് മുഖത്തആത്ത്, അലിഫ് ലാം മീം, അലിഫ് ലാം റാ തുടങ്ങിയതിനെ കുറിച്ചും ധാരാളം വിശദമായി മഹാനായ ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി എഴുതിയിട്ടുണ്ട്. അല്ലാഹു തആല ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അതുപോലെ മഹാനവറുകളുടെ സിൽസിലുള്ള സർവ്വ മഹത്തുക്കളുടെയും ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹിയുടെ ശേഷന്മാരോടും മഹാനവറുകളോടും നമുക്ക് ഒരുപാട് കടപ്പാടുണ്ട്. ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹിയുടെ ശിഷ്യനാണല്ലോ ഫദ്ൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്ത്യ രാജ്യത്തിൽ വഹാബിയത്ത് ദേവബന്ദിയത്തിന്റെ എല്ലാം അടിത്തറയായ പുസ്തകമായ തഖ്വിയത്തുൽ ഈമാൻ ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി റദ്ദുൽ അസ്ഹർ അലാ തഖ്വിയത്തുൽ ഈമാൻ വിശദീകരിച്ചതുപോലെ ആ തഖ്വിയത്തുൽ ഈമാനെ ശക്തമായിട്ട് രംഗത്ത് വന്ന മഹാനാണ് അല്ലാമ ഫദ്ൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അടക്കമുള്ള ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി തങ്ങളുടെ ഒരുപാട് ശിഷ്യന്മാര്. അതുപോലെ മഹാനായ ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി തങ്ങളുടെ ശിഷ്യനാണ് സയ്യിദുന ആലി റസൂൽ അഹ്മദി അൽ ഖാദിരി അൽ ബർക്കാത്തി അൽ മാർഹറവി. അവിടുത്തെ ശിഷ്യനാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം അഹ്ലി സുന്ന അഹ്മദ് റളിയല്ലാഹു ഖാൻ അൽ ഖാദിരി ബറേലവി റഹ്മത്തുള്ളാഹി. അല്ലാഹു ആ മഹാന്മാരുടെയൊക്കെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട മൗലാന മുഫ്തി ഇനായത്ത് അഹമ്മദ് കാക്കോർവി റഹ്മത്തുള്ളാഹി ഹിജ്റ 1279 ഷവ്വാൽ 17 വഫാത്തായത്. ബഹുമാനപ്പെട്ട അല്ലാമ ഫദ്ൽ ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി അതുപോലെ ഈ മഹാനവറുകളെയും ബ്രിട്ടീഷുകാർ അണ്ടമാൻ നിക്കോബാർ ഇതാ അവിടെ ജയിലിലിട്ടപ്പോൾ 1857 ഹിജ്റയിൽ 1857 ഈസ്വിയിൽ 1857 ഈസ്വിയിൽ ഇതാ ഇൻഖിലാബ്, ആ സമയത്ത് തഹരീക്ക് ജംഗെ ആസാദിന്റെ ആ സമയത്ത് അല്ലാമ ഫദ്ൽ ഖൈറാബാദി റഹ്മത്തുള്ളാഹിയുടെ കൂടെ മുഫ്തി ഇനായത്ത് അഹമ്മദ് കാക്കൂർവി എന്നിവരെയും ബഹുമാനപ്പെട്ട ഈ രണ്ട് മഹാന്മാരെ അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരുപാട് നേതാക്കളെ ബ്രിട്ടീഷുകാർ അണ്ടമാൻ നിക്കോബാർ ജയിലിട്ടപ്പോൾ ജയിലിൽ വെച്ചിട്ട് അന്ന് ഒരു ജയിലിനെ ദർസാക്കുകയും അല്ലാമ ഫദ്ൽ ഖൈറാബാദി റഹ്മത്തുള്ളാഹി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടത്തിയ അക്രമങ്ങളെല്ലാം എഴുതിക്കൊണ്ട് അസ്സൗറത്തുൽ ഹിന്ദിയ എന്ന ഗ്രന്ഥം എഴുതി മുഫ്തി ഇനായത്ത് അഹമ്മദ് കാക്കൂർവി റഹ്മത്തുള്ളാഹി ജയിലിൽ വെച്ചിട്ട് ഇൽമുസ്സിഗ ഫി ഫന്നി സർഫ് അതുപോലെ തവാരീഖ് ഹബീബ് ഇലാഹി എന്ന ഗ്രന്ഥം എഴുതി. ബ്രിട്ടീഷുകാർ പറഞ്ഞു തഖ്വീമുൽ ബുൽദാന് അതിനെ പരിഭാഷ എഴുതാൻ വേണ്ടി അങ്ങനെ എഴുതിയതിന്റെ പേരിൽ മുഫ്തി ഇനായത്ത് അഹമ്മദ് കാക്കൂരി റഹ്മത്തുള്ളാഹി മോചിപ്പിക്കുകയും ആ മോചന സമയത്തെല്ലാം ഫദ്ൽ ഖൈറാബാദി റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥമായ അസ്സൗറത്തുൽ ഹിന്ദിയ മഹാനവറുകളെ ഏൽപ്പിക്കുകയും അങ്ങനെ മഹാനവറുകൾ മുഖേനയാണ് ആ ഗ്രന്ഥം അസ്സൗറത്തുൽ ഹിന്ദിയ ബഹുമാനപ്പെട്ട അല്ലാമ ഫദ്ൽ ഖൈറാബാദി റഹ്മത്തുള്ളാഹിയുടെ മക്കൾക്കും ശിഷ്യന്മാരിലേക്കും എത്തിയിട്ടുള്ളത്. അങ്ങനെ പല മഹാന്മാരും അത് കയ്യെഴുത്ത് പതിപ്പ് എഴുതുകയും മാത്രമല്ല അജ്മീറിലുണ്ടായിരുന്ന മുഈനുദ്ദീൻ അജ്മീരി എന്ന് പറഞ്ഞൊരു പണ്ഡിതൻ അടുത്ത വർഷം ആല ഹസ്രത്ത് റഹ്മത്തുള്ളാഹിയുടെ ഹുസാമുൽ ഹറമൈന്റെ ശക്തിയായ സവാബിഹിലേക്ക് തസ്ദീഖ് ചെയ്ത മഹാനാണ് മുഈനുദ്ദീൻ അജ്മീരി തങ്ങൾ. ആ മുഈനുദ്ദീൻ അജ്മീരി റഹ്മത്തുള്ളാഹി ദർസ് നടത്തുമ്പോൾ അസ്സൗറത്തുൽ ഇന്ത്യ ഓതിക്കൊടുക്കുമ്പോൾ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമായാൽ എന്റെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം സംഭവിച്ചാൽ എന്റെ ഖബറിനടുത്ത് സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയും അങ്ങനെ മഹാനവറുകളെ ശിഷ്യമായ ഫൈസുൽ ഹസൻ ബസ്രി അതുപോലെ അബ്ദുൽ ഷാഹിദ് ഷർവാനി ഈ രണ്ടുപേരും 1947 ആഗസ്റ്റ് 15 അവിടുത്തെ ഖബർ ശരീഫിൽ പോയിട്ട് സന്തോഷ വാർത്ത അറിയിച്ച സംഭവം ബാഹെ ഹിന്ദുസ്ഥാൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ബഹുമാനപ്പെട്ട മുഫ്തി ഇനായത്ത് അഹമ്മദ് കാക്കൂർവി എന്നവരും മഹാനവറുകൾ ഷവ്വാലിലാണ് വഫാത്തായത്. അല്ലാഹു തആല അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് മഹാന്മാർ അഷെയ്ഖ് ആബിദ് ബിൻ ഹുസൈൻ മാലിക്കി അൽ ഖാദിരി റഹ്മത്തുള്ളാഹി ഹിജ്റ 300 ഹുസാമുൽ ഹറമൈനെ തസ്ദീഖ് ചെയ്തത്. തസ്ദീഖാത്ത് ഹുസാമുൽ ഹറമൈൻ 119 മുതൽ 122 വരെ കാണാം. ആ മഹാനവറുകൾ വഫാത്തായത് ഷവ്വാൽ 22 1341 ഹിജ്റ മക്കത്തുൽ മുക്കറമയിൽ വെച്ചിട്ട് വഫാത്തായതാണ്. അതുപോലെ ഒരുപാട് മഹാന്മാര് ഈ മാസം വഫാത്തായിട്ടുണ്ട്. അല്ലാഹു തആലക്ക് അവരുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട മുഹദ്ദിസുൽ ഹറമൈൻ അഷെയ്ഖ് ഉമർ ബിൻ ഹംദാൻ അൽ മഹർസി അൽ മാലിക്കി അൽ അഷ്അരി ഷവ്വാൽ 9 1368 ഹിജ്റയിൽ വഫാത്തായി. മദീന മുനവ്വറയിലാണ് വഫാത്തായത്. അതേ മഹാനവറുകൾ 1320 മുസദ്ദിഖ് ഹുസാമുൽ ഹറമൈനായി, അതായത് ഹുസാമുൽ ഹറമൈൻ എന്ന് അല ഹസ്രത്തും ഹറമൈനിലെ ഉലമാവും
ശക്തിപ്പെടുത്തിയതായ ആ സുന്നത്ത് ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട ആശയം റബീഉൽ ആഖിർ 8 ബഹുമാനപ്പെട്ട മുഹദ്ദിസുൽ ഹറമൈൻ അഷൈഖ് ഉമർ ഇബ്നു ഹംദാൻ അൽ മഹർസി അൽ മാലിക് അൽ അശ്അരി ഹുസാമുൽ ഹറമൈൻ തസ്ദീഖ് ചെയ്തത്. തസ്ദീഖാത്തു ഹുസാമുൽ ഹറമൈൻ 177 മുതൽ 178 വരെ ആ തസ്ദീഖും തഖ്രീറും ഔദാരിക നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഒരുപാട് മഹാന്മാർ, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ആല ഹസ്രത്ത് റഹ്മത്തുള്ളാഹിയുടെ ശിഷ്യനായ അല്ലാമ മുഫ്തി മുഹമ്മദ് ഇജാസ് അലി ഖാൻ ഖാദിരി അർ-റൽവി ഷവ്വാൽ 24 1393 അതുപോലെ ഒരുപാട് മഹാന്മാർ അല്ലാഹു തആല, അതുപോലെ ബഹുമാനപ്പെട്ട ഷാ ഫളുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹിയുടെ ബന്ധമുള്ള സയ്യിദ് ദീദാർ അലി അൽവരി, അവരുടെ മകനായ അബുൽ ബർക്കാത്ത് സയ്യിദ് അഹമ്മദ് ഖാദിരി അർ-റൽവി അൽ അഷ്റഫി ഷവ്വാൽ 20 1398 വഫാത്തായത്. അല്ലാഹു തആല അവർക്ക് ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ജുനൈദി റഹ്മത്തുള്ളാഹി അലൈഹി, സിറാജുദ്ദീൻ ജുനൈദി തങ്ങൾ, അതായത് ഗുൽബർഗ ഷരീഫിൽ മറവെട്ടിരിക്കുന്ന മഹാനാണ് സിറാജുദ്ദീൻ ജുനൈദി തങ്ങൾ. അഷൈഖ് മഖ്ദൂം റുക്നുദ്ദീൻ അഹ്സനാബാദി എന്ന പേരിലും അറിയപ്പെട്ട മഹാനാണ് അഷൈഖ് സിറാജുദ്ദീൻ മുഹമ്മദ് ജുനൈദി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളുടെ പരമ്പര റഈസു തായിഫ, സയ്യിദു തായിഫ, റഈസുൽ ആരിഫീൻ ബഹുമാനപ്പെട്ട അബുൽ ഖാസിം ഖ്വാജ ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുലേക്ക് എത്തും. ജുനൈദ് ബഗ്ദാദി തങ്ങളെ പരമ്പര അത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഉസ്താദായ ബഹുമാനപ്പെട്ട അബി ഹബീബ് സുലൈം കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി മുഖേന ഹസൻ വ ഹുസൈൻ റളിയല്ലാഹു അൻഹുയുടെ മുഅല്ലിമായ ബഹുമാനപ്പെട്ട അബു അബ്ദുല്ല ഹബീബ് സ്വഹാബി, ആ സ്വഹാബിലേക്കാണ് ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹുവിന്റെ പരമ്പര എത്തുന്നത്. ബഹുമാനപ്പെട്ട അബു ഹബീബിൻ സ്വഹാബിയെ, ആ സ്വഹാബിയുടെ പരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നസബ് അബ്ദുൽ മനാഫ് എന്നിവരിലേക്ക് എത്തുന്നതായിട്ടും തദ്കിറത്തുൽ അൻസാബ് 254, അതുപോലെ മജ്മുഉൽ അൻസാബ് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹുവിന്റെ സിൽസിലുള്ള ബിജാപുരത്ത് മറവെട്ടിരിക്കുന്ന മഖ്ദൂം ഐനുദ്ദീൻ ഗഞ്ചുൽ ഉലൂം ജുനൈദി അൽ ബിജാഫൂരി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ബഹുമാനപ്പെട്ട ജുനൈദ് ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് എത്തുന്ന ഒരു പരമ്പരയാണ് അഷൈഖ് സിറാജുദ്ദീൻ മുഹമ്മദ് ജുനൈദി തങ്ങളുടെ. ആ മഹാനവരുകൾ ബിജാപുരത്താണ് ഗുൽബർഗയിലാണ് മറവെട്ടെടുക്കുന്നത്. ഗുൽബർഗ ഖ്വാജ ബന്ദ നവാസ് റഹ്മത്തുള്ളാഹിയുടെ മഖ്ബറത്ത് ഷരീഫയുടെ കുറച്ചങ്ങോട്ട് പോയാൽ മാത്രമല്ല, പരമ്പരയുള്ള ചില മഹാന്മാര് 24 മണിക്കൂറും സ്വലാത്ത് നടത്തുന്ന ഒരു മഹല്ലു സ്വലാത്തിന്റെ ഒരു സ്ഥലം തന്നെ അവിടെ നമുക്ക് കാണാൻ കഴിയും. ആ ഷെയ്ഖ് സിറാജുദ്ദീൻ മുഹമ്മദ് ജുനൈദി തങ്ങൾ വഫാത്തായതും ഷവ്വാൽ മാസത്തിലാണ്. അല്ലാഹു തആല അവരുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഷവ്വാൽ 9 995 മഹ്മൂദ് ഷാ ബഹമയുടെ കാലത്ത് മഹാന് വഫാത്തായത്. ഗുൽബർഗയിലാണ് മഹാനവറുകളുടെ മഖ്ബറത്തു ഷരീഫ ഉള്ളത്. അല്ലാഹു തആല ബഹുമാനപ്പെട്ടവരുടെ അതുപോലെ അവിടുത്തെ മശായിഖിന്റെ ഒക്കെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. സിറാജുദ്ദീൻ മുഹമ്മദ് ജുനൈദി തങ്ങൾ, താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖ് നഖ്ശബന്ദി റഹ്മത്തുള്ളാഹിയുടെ ആ പരമ്പരയുള്ള ജുനൈദിയ ത്വരീഖത്തിന്റെ സിൽസിലയും ഈ സിറാജുദ്ദീൻ ജുനൈദി വയിലാണ് നമുക്ക് കാണാൻ കഴിയുക. അല്ലാഹു തആല മഹാന്മാരുടെ ഒക്കെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അഷൈഖ് സിറാജുദ്ദീൻ മുഹമ്മദ് ജുനൈദി തങ്ങൾ ഷവ്വാൽ 9 അന്നാണ് വഫാത്തായത്. 995 ഹിജ്റയിൽ. ആ വലിയ മഹാനവറുകളുടെയും ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. മഹാനവറുകൾ അഹ്സനാബാദ് ഗുൽബർഗയിലേക്ക് വന്ന് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഫുയൂലാത്ത്, ലാഹിരിയായ ബാത്തിനിയായ ഒരുപാട് ഉലൂമുകളെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് പിന്നെ തന്റെ ഷെയ്ഖായ ഷെയ്ഖ് സയ്യിദ് അലാഉദ്ദീൻ ജൗരി ദൗലതാബാദിൽ പോയി അവിടെ വർഷങ്ങളോളം താമസിക്കുകയും അങ്ങനെ 45 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഗുൽബർഗ ഷരീഫ് വന്നിട്ട് 11 വർഷം അഹ്സനാബാദ് ഗുൽബർഗയിൽ ഉലൂമ് പഠിപ്പിക്കുകയും ഒരുപാട് ദീനീ ഖിദ്മത്തുകൾ നടത്തുകയും അങ്ങനെ അവസാനം 995 മഹാനവറുകൾ വഫാത്തായത്. അല്ലാഹു തആല മഹാന്മാരുടെയൊക്കെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട ഈ മഹത്തുക്കൾ അല്ലാഹു തആല ഈ മഹാന്മാരുടെയൊക്കെ മദദ്, ഹിമായത്ത്, ഷഫാത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ സയ്യിദ് മുഹമ്മദ് അമീമുൽ ഹിസാൻ അൽ ബർക്കത്തി അൻ നഖ്ശബന്ദി, അതുപോലെ ബഹുമാനപ്പെട്ട നാസുറുൽ ഇസ്ലാം സയ്യിദ് മുഹമ്മദ് അബ്ദുസ്സലാം ബാന്ദവി അൽ ഖാദിരി, അങ്ങനെ തുടങ്ങിയ സയ്യിദ് മുഹമ്മദ് ആസിഫ് അലി കാൻഫൂരി, അതുപോലെ അല്ലാമ മുഷ്താഖ് അഹമ്മദ് സിദ്ദീഖ് അൽ കാൻഫൂരി, ഹാഫിദ് സയ്യിദ് അബ്ദുർ റഷീദ് അസീമാബാദി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് മഹാന്മാർ, അഷേഖ് ബഷീറുദ്ദീൻ ഖാദിരി അൽ നഖ്ശബന്ദി അൽ ജബൽഫൂരി,
അങ്ങനെ ഒരുപാട് മഹാന്മാർ ഈ മാസം വഫാത്തായിട്ടുണ്ട്. ഖ്വാജ ഹാജി ദോസ്ത് മുഹമ്മദ് ഖാൻ ഖന്ദാരി മുജദ്ദിദി 1284 ഹിജ്റയിൽ ഷവ്വാൽ 22-ന്. അങ്ങനെ ഒരുപാട് മഹാന്മാർ അല്ലാഹു തആല ഈ മഹാന്മാരുടെയൊക്കെ ദറജാത്ത് ഉയർത്തി അവരൊക്കെ മദദ് ഹിമായത്ത് ഷഫാഅത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല മാഫാക്കി തരുമാറാകട്ടെ. ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ലാഹിരിയായ ബാത്തുനിയായ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല മാഫാക്കി തരുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ലാഹിരിയായ അവയവങ്ങൾ, പ്രത്യക്ഷത്തിലുള്ള അവയവങ്ങൾ ദോഷങ്ങളെ കാരണം കൊണ്ട് ഇതാ ഒരുപാട് ഇരുട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാം ദൂരീകരിച്ച് ഇൽമിന്റെയും അഅ്മാലു സ്വാലിഹുടെ പ്രകാശങ്ങളെ കൊണ്ട് അല്ലാഹു തആല പ്രകാശിപ്പിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ മനസ്സിൽ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ദോഷങ്ങളെ കൊണ്ട് മനസ്സിന് ഒരുപാട് കറുത്ത അടയാളങ്ങൾ, നമ്മുടെ മനസ്സെല്ലാം കറുത്തുപോയിട്ടുണ്ട്. ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഈമാനിന്റെയും ഇൽമിന്റെയും വെളിച്ചം കൊണ്ട് ഹുബ്ബുൽ അഅ്മാലി സ്വാലിഹുടെ വെളിച്ചം കൊണ്ട് അല്ലാഹു തആല നമ്മുടെ മനസ്സുകളൊക്കെ ഹുബ്ബുൽ അംബിയാ ഹുബ്ബുൽ ഔലിയാ ഹുബ്ബുൽ സ്വാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ടും നമ്മുടെ മനസ്സുകളൊക്കെ അല്ലാഹു തആല പ്രകാശം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ തല മുതൽ കാല് വരെ ലാഹിരിയായ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് രോഗങ്ങൾ, അതുപോലെ ബാത്തിനിയായ ഒരുപാട് രോഗങ്ങൾ എല്ലാം അല്ലാഹു തആല ശിഫാ താമ സിഹത്ത് കാമില ആഫിയത്ത് താമ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ശവ്വാൽ മാസത്തിലൊക്കെ ഒരുപാട് മഹാന്മാര് ഒരുപാട് ഔറാദുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒക്കെ രേഖപ്പെടുത്തതായി കാണാം. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ലതായിഫുൽ അഷ്റഫിൽ 2-ാം വാല്യം 236-ാമത്തെ പേജിൽ മഹാന്മാര് പഠിപ്പിച്ചത് കാണാം. സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് 25 പ്രാവശ്യം, എന്നിട്ട് 70 പ്രാവശ്യം ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന ദിക്ർ, അതായത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, പിന്നെ 70 പ്രാവശ്യം സ്വലാത്ത്. ഇങ്ങനെ ചൊല്ലി ഈ മഹത്തുക്കളൊക്കെ ഹദിയാക്കിയാൽ വലിയ പുണ്യമാണെന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതുപോലെ സ്വഹാബത്ത്, പ്രത്യേകിച്ചും ഉഹദ് ശുഹദാക്കളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ദിറാസകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദും ഹിമായത്തും ഷഫാഅത്തും, ഈ മഹാന്മാരുടെ മദദും ഹിമായത്തും ഷഫാഅത്ത് ലഭിക്കപ്പെടാൻ ഒരു കാരണമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്ത് ഏവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.